അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ മോമിനിങ്ങളെ എല്ലാവർക്കും റാഹത്ത് നന്നിരിക്കുക. ഇന്ന് ഒരു പ്രത്യേക ടോപ്പിക്കുമായിട്ടായിട്ട് നിങ്ങളെ മുന്നിൽ ഞാൻ വന്നു. വിഷയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ട് ഒരു ദിക്ർ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവനക്ക് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഖുർആൻ ഓത്തുണ്ട്, അതോടെ തീരില്ല. ചമ്മ ദിക്റുകൾ നമുക്ക് ഇസ്ലാം പഠിപ്പാട്ടി തണ്ട്. ഒരു മുസ്ലിമും ഒരു മുസ്ലിം അല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമേ അതായിരിക്കും. ഒരു മുസ്ലിമായ മനുഷ്യക്ക് ഉറങ്ങുമ്പോ ഒരു ദിക്ർ, എണിക്കുമ്പോ ഒരു ദിക്ർ, പള്ളിക്ക് പത്തുമ്പോ ഒരു ദിക്ർ, പുറത്ത് പറയുമ്പോ ഒരു ദിക്ർ, തിന്നു വെക്കുമ്പോ ഒരു ദിക്ർ, ഒരു വാഹനത്തിൽ പത്തുമ്പോ ഒരു ദിക്ർ, ഇങ്ങനെ എല്ലാ ജാഗകള് ഒരു മുസ്ലിമായ മനുഷ്യരെ ചുണ്ടു ദിക്റുകളായിട്ട് പന്തയോൺ ടിക്കറ്റ് ഉണ്ടായിട്ടിക്കട് ഒരു മുസ്ലിമരുടെ പ്രത്യേകത. അവനാണ് ചെന്ന് വന്നത്. അല്ലാഹു തആല ഖുർആനിൽ ചൊല്ലുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിക്ക് നെമ്മതി വേണ, ഹൃദയത്തിക്ക് ശാന്തി വേണ, കൊസി വേണ. അത് ചമ്മ പൈസ ഉള്ളത് കൊണ്ടാവില്ല, അല്ലെങ്കിൽ ചമ്മ ഇൻകം തിങ്ങളിലുണ്ടോ എന്നത് കൊണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ദുന്നവിയായ എന്താ ഒന്നുണ്ടോ എന്നത് കൊണ്ട് നിങ്ങൾക്ക് സമാധാനിക്കാല. സമാധാനമായിട്ടുള്ളതൊന്നും വേണ. ബിദിക്രില്ല, അല്ലാഹു ദിക്ർ ചൊല്ലലായിട്ട് അതുപോലെ നമുക്ക് തത്മഇന്നുൽ ഖുലൂബ്, ഞങ്ങളുടെ ഹൃദയ ശാന്തിയാകും, കൊസിയാകുമുള്ള ഒന്ന്. അപ്പൊ ദിക്റിലായിട്ടുള്ളൊരു ജീവന, അതെന്തോ ഒരു ജീവനായിട്ട് അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ ചെന്ന് വന്നത് ഒരു ദിക്ർ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ദിക്ർ ചില്ലറ ദിക്ർ ഒന്നും അല്ല. ദിക്ർ ചമ്മ ഇന്നെങ്കിലും ഓരോ ദിക്ർക്ക് ഓരോ മഹത്വങ്ങളുണ്ട്. ഞങ്ങൾ സാധാരണ ചൊല്ലുടെ അണിക്കത്ത്, കേക്കർ അണിക്കത്ത്, ഞങ്ങൾക്ക് പരിചയമുള്ള അണിക്കത്ത് ദിക്ർ മാത്രം ചൊല്ലലില്ല. എപ്പോഴും ആ ദിക്റിന്റെ മഹത്വം അറിഞ്ഞെങ്കിൽ ഞങ്ങൾ എപ്പോഴും ചൊല്ലുക. എല്ലാ ആഫാത്ത് ബലാ മുസീബത്തിനെ തൊട്ട് അല്ലാഹു തആല ആ ദിക്ർ ചെന്നങ്ങൾക്ക് രക്ഷ കൊടുക്കുക മാത്രമല്ല, മനസ്സുകൾ കൊസിയും, എല്ലാ തപ്പുകൾ അല്ലാഹു തആല നമുക്ക് പുറത്തു തറക്കും, നല്ല നിലക്ക് വിജയിക്കുകയും കാരണവരണിക്കത്തെ ഒരു ദിക്ർ. ആ ദിക്ർ ഖുർആനിൽ അല്ലാഹു തആല ആ ദിക്റിന്റെ വിഷയത്തിൽ നമുക്ക് ആ ദിക്ർ അത് ചില്ലറ ദിക്ർ അല്ല, അത് വലിയ മഹത്വമുള്ള ദിക്ർ. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹു തആല ചൊല്ലുന്നു, ഫൽതഖമഹുൽ ഹൂതു വഹുവ മുലീം. ബഹുമാനപ്പെട്ട യൂനുസ് നബിറോ മീൻ മുഴുങ്ങി പോയിത്ത്. ആ ടൈമിൽ ഈ യൂനുസ് നബി അലൈഹിസ്സലാം എന്തെല്ലാം ആക്കിത്ത് പുറത്ത് പറയാൻ നോക്കിയിട്ട് എങ്ങനെയും ആവില്ല. ലാസ്റ്റ് പുറത്ത് വന്ന് എങ്ങനെ ഒരു ദിക്ർ ചെന്നിട്ടാകുമ്പോ അങ്ങനെ ചെന്നപ്പോ എന്തായിട്ട് മീന്റെ പുറത്ത് വന്ന്. അത് ബുർദൽ ഇമാം ബൂസൂരി തങ്ങൾ നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നോണ്ടുണ്ട്. ആ ദിക്ർ ചെന്നപ്പോ ഒരു എരിയൽ മീന്റെ വയത്ര പുറത്ത്, അങ്ങനത്തെ ഒരു ദിക്ർ. ആ ദിക്ർ എങ്ങാനും യൂനുസ് നബി അലൈഹിസ്സലാം ചെന്നിട്ടില്ലാണ്ടായിട്ടിന്നെങ്കിൽ അല്ലാഹു ചൊല്ലുന്നു, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. ദിക്ർ യൂനുസ് നബി ചെന്നപ്പോ പുറത്ത് വന്നു പോയിത്ത് മീന്റെ വയത്രോ. അതെങ്ങാനും യൂനുസ് നബി ദിക്ർ ചെന്നിട്ടില്ലാണ്ടായിട്ടില്ലെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ, ഖിയാമത്ത് നാളത്തോളം ആ മീന്റെ ഭയത്തിലെ യൂനുസ് നബി ഉൽഗമേ ബാക്കിയാവുന്നത്. അങ്ങനെ ഉൽഗ ബാക്കിയാവാണ്ട് പുറത്ത് വരവ് കാരണമായത് ഒരു ദിക്ർ. ആ ദിക്ർ ഞങ്ങൾ പഠിക്കണം. അപ്പൊ ആ ദിക്റായിട്ട് ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ചൊല്ലാനിക്ക് അത് ദിക്ർ. ഈ ദിക്ർ മൂന്ന് വിഷയങ്ങളായിട്ട് ഉള്ളു. ഒന്ന് ലാ ഇലാഹ ഇല്ല അന്ത, അതായത് ഞങ്ങൾ എപ്പം ചൊല്ലോ ലാ ഇലാഹ ഇല്ലല്ലാ അതായിട്ട് ഇവിടെ ഉള്ളു. റബ്ബേ നീ അല്ലാണ്ട് ഒരു ഇലാഹില്ല ചൊല്ലോ പരമസത്യ ഒന്ന്. രണ്ടാമത്തേത് സുബ്ഹാനക്, റബ്ബേ നീ പരിശുദ്ധനാണ്, നിനക്ക് വേണായിട്ട് നാ തസ്ബീഹ് ചൊല്ലേ അർത്ഥമുണ്ടോ സുബ്ഹാനക്. മൂന്നാമത്തേത് ഇന്നി കുന്തു മിനൽ ളാലിമീൻ, പഠിച്ചോനെ ഞാൻ അക്രമികളിൽ പെട്ടുപോയ ചമ്മ തപ്പ് നിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയിട്ട് പഠിച്ചോനേട്ട് അർത്ഥപ്പെട്ട പോലത്തെ ഒരു വിഷയം. ഇങ്ങനെ മൂന്ന് വിഷയങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ദിക്റായിട്ട് ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ യാറ ചൊല്ലിട്ട ആൾമാർ അത് കണക്ക് വെച്ച് ചൊല്ലും. അങ്ങനെ ഒരു നാളിൽ ഒരു 100, അല്ലെങ്കിൽ ഒരു നാളിൽ ഒരു 33, അല്ലെങ്കിൽ ഒരു എത്ര നിങ്ങൾ ചൊല്ലമോ അതനുസരിച്ച് ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ബേജാറ് ദുഃഖ എല്ലാം അല്ലാഹു തആല ഞങ്ങൾക്ക് ഇല്ലാണ്ടാക്കി തരോ. കാരണം അവർ എനിക്ക് ഒരു ദിക്ർ തൗഫീഖ് അല്ലാഹു തആല ഞങ്ങൾക്ക് തരട്ടുണ്ട് മാത്രമായി ടൈം ചെന്നോണ്ടുള്ളൂ. മഹത്തുക്കൾ
മുസ്ലിമുകളായ മഹാന്മാരെല്ലാം ഈ ദിക്ർ വിഷയത്തിൽ അങ്ങനെ തഫ്സീർ ഈ ആയത്ത് ബഹുമാനപ്പെട്ട യൂനുസ് നബി മീന്റെ വയത്ത് പോയിട്ട് പറത്ത് വന്നിട്ടുണ്ടല്ലോ ചെള്ള ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ഇമാം നവവി തങ്ങളടക്കമുള്ള മഹാന്മാർ ഈ വിഷയത്തിൽ ഈ ദിക്റിന്റെ മഹത്വം ചെന്നിട്ട് ചെന്നുകൊണ്ടുള്ളാണ്. അതുകൊണ്ട് പരിശുദ്ധ മുഅ്മിനീങ്ങളെ ഞങ്ങളും ആദത്താക്കാം. ഞങ്ങളെ എല്ലാ കഷ്ട ദുഃഖങ്ങളെ അല്ലാഹു തആല തീർത്ത് മനസ്സിൽ നല്ല കുസിയും നെമ്മതിയും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ ടൈമിൽ ഞാൻ ചെന്നോണ്ടുള്ള. നിങ്ങൾ ഇത്തരത്തിലുള്ള നല്ല വിഷയങ്ങൾ കേൾക്കുവാനായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കണം, നിങ്ങൾ ഒന്ന് ഷെയർ ആക്കണം, ഈ വീഡിയോ എല്ലാവരും ആൾമാർക്ക് എത്തുപാടി കൊടുക്കണം ചെന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഒന്ന് നെനപ്പാക്കി തന്നോണ്ടുള്ള. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.